6 ശനിയാഴ്ചയും ചേർന്ന് 204 പ്രവൃത്തി ദിനങ്ങളാണ് ഹൈസ്കൂളിനുള്ളത്. 38 വെള്ളിയാഴ്ച ഒഴിവാക്കിക്കൊണ്ട് ആണ് അരമണിക്കൂർ കൂട്ടിച്ചേർന്നിട്ടുള്ളത്. അതായത് 8, 9, 10 ക്ലാസ്സുകളിൽ മാത്രമേ ഇത് ബാധകമുള്ളൂ. അതിനൊരു വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിലും 38 വെള്ളിയാഴ്ച ഒഴിവാക്കിയിരിക്കുക. ഹൈസ്കൂൾ വിഭാഗത്തിന് 1100 ബോധന മണിക്കൂർ തികയ്ക്കുന്നതിന് വെള്ളിയാഴ്ച ഒഴികെയുള്ള 166 പ്രവൃത്തി ദിനങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 15 മിനിറ്റും ഉച്ചകഴിഞ്ഞ് 15 മിനിറ്റും അധിക പ്രവൃത്തി സമയം ഉൾപ്പെടുത്തി പീരീഡ് ക്രമീകരിച്ചിട്ടുള്ളത്. നോട്ടുണ്ട്. ഞാൻ പീരീഡിൻ്റെ 1 മുതൽ 8 വരെയുള്ള പീരീഡിൻ്റെ സമയം ഉണ്ട്. ഞാനത് നിങ്ങൾക്ക് തന്നാൽ മതിയല്ലോ. പറയണോ? തന്നാൽ മതി. പൊതുവിദ്യാഭ്യാസ വകുപ്പും എക്സൈസ്, ആരോഗ്യം, ആഭ്യന്തരം, വനിതാ ശിശു വികസനം, സാംസ്കാരികം, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി സംയോജിപ്പിച്ച് സ്കൂൾ തലത്തിൽ 41 ലഹരി വിരുദ്ധ പ്രചരണ പരിപാടികൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമഗ്ര ശിക്ഷ കേരളം, SCERT കൈറ്റ്, സിമാറ്റ് കേരളം, SIET സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ, സംസ്കൃതം, ഉറുദു, അറബിക് ഉച്ചഭക്ഷണം, വിദ്യാരംഗം, ഭിന്നശേഷി കലാകായിക മേളകൾ തുടങ്ങിയ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രത്യേകമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വിവിധ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, പരീക്ഷാ വിവരങ്ങളും ഈ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസിന് ആധാരമായ സാഹചര്യം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ എറണാകുളം ബീട്ടൂർ എബൈനെസർ HSലെ PTAയും മാനേജറും കൂടി ഫയൽ ചെയ്ത റിട്ട് ഹർജിയിൽ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം അധ്യയന വർഷം 220 പ്രവൃത്തി ദിനം വേണമെന്ന ഹർജിക്കാരന്റെ ആവശ്യത്തിന്മേൽ ചട്ടങ്ങൾ പ്രകാരം തീരുമാനമെടുക്കുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഹർജിക്കാരനെ കേൾക്കുകയും 2024 ഏപ്രിൽ മാസം 25-ാം തീയതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഉത്തരവ് പ്രകാരം വരും വർഷങ്ങളിൽ നിയമാനുസൃതമായ പ്രവൃത്തി ദിനങ്ങൾ കലണ്ടറിൽ ഉൾപ്പെടുത്താമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഹർജിക്കാരൻ കോടതിയിൽ കോർട്ടലക്ഷൻ വീണ്ടും ഫയൽ ചെയ്തു. ഇവയുടെ അടിസ്ഥാനത്തിൽ 220 പ്രവൃത്തി ദിനങ്ങൾ തികയ്ക്കുന്നതിനായി 25 ശനിയാഴ്ച കൂടി ഉൾപ്പെടുത്തി 2024-25 വർഷത്തിലെ അക്കാദമിക് കലണ്ടർ പ്രസിദ്ധീകരിച്ചു. കേരള വിദ്യാഭ്യാസ ആക്ടും ചട്ടങ്ങളും ബാധകമായ സ്കൂളുകളിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച വിദ്യാഭ്യാസ കലണ്ടർ ചോദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ സർവീസ് സംഘടനകളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കേസ് നൽകി. പ്രസ്തുത കലണ്ടറിനെയും അത് പുറപ്പെടുവിച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധികാരത്തെയും ഈ ഹർജിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. സ്കൂളുകളിൽ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാക്കുന്നതിനായി ഇതൊരു നയത്തിലും കീഴ്വഴക്കത്തിലും മാറ്റം വരുത്തുന്ന ഒന്നായതിനാൽ സ്റ്റാറ്റ്യൂട്ട് ഭേദഗതി വരുത്തേണ്ടതുള്ളതിനാലും അതിന് യോഗ്യതയുള്ളത് ഈ കേസുകളിലെ ഒന്നാം എതിർകക്ഷിയായ സംസ്ഥാന സർക്കാരാണെന്ന് ഹർജിക്കാരന്റെ വാദം. ഹൈക്കോടതിയുടെ ഉത്തരവ്. 2009 വിദ്യാഭ്യാസ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായും ബന്ധപ്പെട്ടവരെ കേട്ടും ഇക്കാര്യത്തിൽ വിദഗ്ധരായവരുടെ അഭിപ്രായങ്ങളും കേട്ട ശേഷം ഒന്നാം എതിർകക്ഷിയായ സർക്കാരിനോട് പുനഃപരിശോധിക്കുവാനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിന്യായത്തിൽ ഉത്തരവായിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ 2024 മെയ് മാസം 25-ാം തീയതിയിലെ തീരുമാനങ്ങളും
25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാക്കിയ വിദ്യാഭ്യാസ കലണ്ടറും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നും കോടതി അഭിപ്രായപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതി കോടതി പറഞ്ഞതനുസരിച്ച് 2024 ആഗസ്റ്റ് മാസം 1 ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബർ മാസം 3 സർക്കാർ ബന്ധപ്പെട്ട കക്ഷികളെ നേരിൽ കേൾക്കുകയും ചെയ്തിരുന്നു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാദമിക് കലണ്ടറുമായി ബന്ധപ്പെട്ട സമഗ്ര പഠനം നടത്തുന്നതിനായി 2025 ജനുവരി മാസം 20 ഉത്തരവ് പ്രകാരം 5 അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. അതിൽ പ്രൊഫസർ VP ജോഷിത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ മേധാവി. NHM അഡോൾസെന്റ് ഹെൽത്ത് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ അമർ S. ഫെറ്റിൽ. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഡെവലപ്മെന്റ് പീഡിയാട്രിക്സ് ഡോക്ടർ ദീപ ഭാസ്കരൻ. SSK മുൻ കൺസൾട്ടന്റ് ഡോക്ടർ ജയരാജ് S. SSCRT മുൻ ഫാക്കൽറ്റി ശ്രീ AP നാരായണുണ്ണി എന്നിവരാണ് വിദഗ്ധ സമിതി അംഗങ്ങൾ. തരാൻ നിൽക്കുക, എൻ്റെ കൊടുക്കൂലേ? ആ സമിതിയുടെ റെക്കമെൻഡേഷൻ ഉണ്ട്, അതും നിങ്ങൾക്ക് തരും. അത് ഞാൻ വായിക്കണോ? തരുന്നു തന്നിച്ചാൽ കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 7 ചട്ടം 3 പ്രകാരം ഓരോ സ്കൂൾ വർഷത്തിലും സാധാരണഗതിയിൽ ചുരുങ്ങിയത് പരീക്ഷാ ദിനങ്ങൾ കൂടാതെ 220 സാധ്യമായ ദിവസങ്ങൾ ഉണ്ടായിരിക്കണമെന്നും പ്രത്യേക സാഹചര്യങ്ങളിൽ 20 ദിവസം വരെ സാധ്യമായ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന കുറവ് എഡ്യൂക്കേഷണൽ ഓഫീസർക്കും അതിൽ കൂടുതലുള്ള കുറവ് ഡയറക്ടർക്കും ഇളവ് ചെയ്യാവുന്നതാണെന്നും വ്യവസ്ഥ ചെയ്യുന്നു. പ്രത്യേക സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ കേരള വിദ്യാഭ്യാസ ചട്ടത്തിലെ അധ്യായം 7 ചട്ടം 5 പ്രകാരം എല്ലാ അധ്യയന വർഷങ്ങളിലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലണ്ടർ പ്രസിദ്ധീകരിക്കാൻ നിഷ്കർഷിക്കുന്നു. പ്രവൃത്തി ദിനങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 നിയമങ്ങളാണ് ബാധകം. ഇത് മാറ്റണമെങ്കിൽ ഈ നിയമം തന്നെ മാറ്റണം, എന്നാൽ മാത്രമേ മാറ്റാൻ വേണ്ടി പറ്റൂ. കോടതിയിലെ ഉത്തരവ് മാത്രം മാറ്റിയാൽ പോലെ നിയമം തന്നെ മാറ്റിയിട്ടായിരിക്കും. LP UP വിഭാഗങ്ങൾക്ക് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം, അതാണ് ഭാഗം RTE ആക്ട്. 9-10 ക്ലാസുകൾക്ക് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 7 ചട്ടം 3 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ ഇപ്രകാരമാണ്. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ ഏറ്റവും കുറഞ്ഞത് 200 പ്രവൃത്തി ദിനങ്ങളും 800 ബോധന മണിക്കൂറുകളും, 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ ഏറ്റവും കുറഞ്ഞത് 220 പ്രവൃത്തി ദിനങ്ങളും 1000 ബോധന മണിക്കൂറുകളും, 9-10 ക്ലാസുകൾക്ക് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 7 ചട്ടം 3 പ്രകാരം പരീക്ഷാ ദിനങ്ങൾ ഒഴികെ 220 പ്രവൃത്തി ദിനങ്ങളും, 2011 RTE ചട്ടങ്ങൾ പ്രകാരം നിശ്ചിത അധ്യയന ദിനങ്ങൾ തികയ്ക്കുന്നതിനായി മധ്യവേനൽ അവധിക്കാലം 15 ദിവസം വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഒഴിവാക്കുന്നതിലേക്കായിട്ടാണ് ശനിയാഴ്ച പ്രവൃത്തി ദിവസം ആക്കേണ്ടി വന്നത്. വിദ്യാഭ്യാസ കലണ്ടർ പ്രസിദ്ധീകരിച്ചത് വഴി പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അക്കാദമിക് നിലവാരം ഉറപ്പുവരുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 220 പ്രവൃത്തി ദിനങ്ങൾ അല്ലെങ്കിൽ 1100 മണിക്കൂർ ബോധന സമയം എന്ന് ആക്കിയത് നിലവിലെ KER ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്. ഈ അവസരത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ സ്കൂൾ കലണ്ടറുകളുമായി നാം ഒന്ന് താരതമ്യം നടത്തിയാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഗുജറാത്തിൽ 243 ദിവസമാണ്, ഉത്തർപ്രദേശിൽ 233, കർണാടകത്തിൽ 244, ആന്ധ്രാപ്രദേശിൽ 233, ഡൽഹിയിൽ 220 എന്നീ പ്രകാരം പ്രവൃത്തി ദിനങ്ങളാണുള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ തന്നെ CBSE ICSE സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും സർക്കാർ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളുകളും
അവരുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിൻ്റെ ഭാഗമായി പ്രവൃത്തി ദിനങ്ങളും ബോധന മണിക്കൂറുകളും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളിനേക്കാൾ കൂടുതൽ ആണ് എന്നതും കണക്കിലെടുക്കേണ്ടതാണ്. അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ദേശീയാടിസ്ഥാനത്തിൽ തന്നെ മാതൃകാപരമായി പോവുകയും ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. ലബ്ബ കമ്മിറ്റി അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സീനിയർ എല്ലാവർക്കും അറിയാതിരിക്കുന്നത് ജേർണലിസ്റ്റുകൾക്കല്ല. ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കിയ അക്കാദമിക് കലണ്ടറിനെതിരെ കോടതിയിൽ പോയത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തെ അംഗീകരിക്കുന്ന അധ്യാപക സംഘടനകളായിരുന്നു. മുസ്ലിം ലീഗും കോൺഗ്രസും അതിന് അനുകൂലമായ നിലപാടും എടുത്തിരുന്നു. ടൈം ടേബിൾ പരിഷ്കരിച്ചത് മദ്രസ വിദ്യാഭ്യാസത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു എന്ന വാദം ഉന്നയിക്കുന്നവർ 2014 UDF ഭരണകാലത്ത് ലബ്ബ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറിയിൽ 5 വർക്കിംഗ് ഡേ ആക്കി കുറച്ചപ്പോൾ ക്ലാസ് തുടങ്ങുന്നത് രാവിലെ 9:30 എന്നത് 9 ആക്കിയും വൈകുന്നേരം 4 മണി എന്നത് 4:30 ആക്കി. അതായത് രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ വീതം വർദ്ധിപ്പിച്ചു. അന്നൊന്നും ആർക്കും ഒരു പരാതിയില്ല. അന്ന് ഇത്തരത്തിൽ യാതൊരുവിധ തർക്കമോ പ്രതിഷേധമോ വിവാദമോ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം സംശയാസ്പദമാണ് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏത് സംഘടനയുടെ മുന്നിലും ബോധ്യപ്പെടുത്തുവാൻ തയ്യാറാണ്. കാരണം ഈ ചരിത്രം എല്ലാവരും ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും ധരിച്ചിരിക്കുന്ന 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലത്തേക്കുള്ള കാര്യങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. 8, 9, 10 ക്ലാസ്സിലത്തേക്കുള്ളതാണ്. അപ്പം അതുകൊണ്ട് പിന്നെ അതൊന്നും ഒരു കാര്യം. 2 വിദ്യാഭ്യാസ നിയമങ്ങൾ മാറ്റണമെങ്കിൽ അസംബ്ലി നിയമ ഭേദഗതിയാണ്. മൂന്നാമത്തെ കാര്യങ്ങൾ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു കാര്യം നമ്മുടെ കുട്ടികളെ മാത്രം ബാധിക്കുന്നത് എങ്ങനെ? അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ബാധ്യപ്പെട്ടയാണല്ലോ ഗവൺമെൻറ്. പത്രങ്ങളിലൂടെ എന്തോ പറയുന്നു. വീണ്ടും അത് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ആരെയും ഒരു സംഘടനയും വെല്ലുവിളിച്ചിട്ടില്ല കഴിഞ്ഞ 4 വർഷക്കാലമായി. ഇനി വെല്ലുവിളിക്കാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല. എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രാജ്യത്തിന് തന്നെ മാതൃകയായി 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൽ നമ്മുടെ നാട്ടിലെ സമസ്ത വിഭാഗത്തിൻ്റെയും പിന്തുണയുണ്ട്. ആ പിന്തുണ ഇനിയും ആവശ്യമാണ്. കുട്ടികളുടെ പിന്നെ നമ്മുടെ ടീച്ചർമാർ കാല് കഴിപ്പിച്ച സംഭവം, ഭാരതീയ വിദ്യാനികേതൻ നടത്തുന്ന ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴിച്ചെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. മാധ്യമങ്ങളിൽ ചിത്രമടക്കം വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ BJP ജില്ലാ സെക്രട്ടറിയുടെ കാല് വരെ കുഞ്ഞുങ്ങൾ കഴുകേണ്ടി വന്നു. ആധുനിക കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷിക്കുകയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ വകുപ്പ് 17(1) പ്രകാരം ഇത്തരം നടപടികൾ മെൻ്റൽ ഹരാസ്മെൻറ്റിൻ്റെ പരിധിയിൽപ്പെടും. സർവീസ് റൂൾ പ്രകാരം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾ രചിച്ച പുസ്തകങ്ങളുടെ പ്രദർശനം നടത്തുകയാണ്. തിരുവനന്തപുരത്താണ് പ്രദർശന വേദി. ഓണാവധിക്ക് മുമ്പ് SIETയുടെ നേതൃത്വത്തിൽ ഈ പ്രദർശനം സംഘടിപ്പിക്കും. ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തകം പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഏകദിന
ശില്പശാല തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത്യുജ്വലമായിട്ടുള്ള നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ആ നേട്ടത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് പഴയ ഗവർണറും പുതിയ ഗവർണറും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വളരെ കരുതലോടുകൂടി തയ്യാറാക്കിയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. നിരവധി അവാർഡുകളും നിരവധി പുരസ്കാരങ്ങളും നിരവധി അംഗീകാരങ്ങളുമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ലഭിച്ചിട്ടുള്ളത്. അതെല്ലാം തകർക്കുന്ന സമീപനമാണ് ബഹുമാനപ്പെട്ട ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. ചില വൈസ് ചാൻസലർമാരുടെയും ചില മാധ്യമങ്ങളുടെയും സഹായത്തോടുകൂടി. ഈ കാലുകഴുകൽ സംഭവത്തിൽ ഗവർണർ എന്നിപ്പോ പറഞ്ഞിരിക്കുന്നത് അത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്, അതിനെ എതിർക്കുന്നവർ സംസ്കാരത്തെയാണ് തള്ളി പറയുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെയാണ് ഗവർണർ ചോദിക്കുന്നത്. ഗവർണർ കാല് കഴുകുന്നതിനെയും പിന്തുണയ്ക്കുകയാണ്. എന്തായാലും കേരളത്തിൽ അങ്ങനെ ഒരു സംസ്കാരമില്ല. അത് കേരള സംസ്കാരത്തിന് യോജിച്ചതല്ല, ഇന്ത്യൻ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ തന്നെ അഭിപ്രായം. ഇത് RSSന്റെ അജണ്ടയാണ് ഗവർണറുടെ വായിലൂടെ വന്നത്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ടും അധ്യാപകന്റെയോ മറ്റാരുടെയും കാല് കഴിപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുന്നതല്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ട സ്കൂൾ അധികാരികൾക്ക് നിർദ്ദേശം കൊടുക്കാനും പോവുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണറെ പോലുള്ള ഭരണത്തലവൻ ഇത്രമാത്രം നമുക്ക് വേദന ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് വളരെ ദുഃഖകരമാണ്. നമ്മുടെ കൊച്ചു മക്കളെ കൊണ്ടാണ് കാല് കഴിപ്പിച്ചിരിക്കുന്നത്. അത് ഭാരതീയ സംസ്കാരത്തിൽ എവിടെയാണത് പറയുന്നതെന്നുള്ളവരെ എനിക്കറിയില്ല. ഭാരതീയ സംസ്കാരത്തിന്റെ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ സ്കൂൾ കുട്ടികളെ കൊണ്ട് BJP നേതാക്കന്മാർ കാല് കഴിപ്പിക്കണമെന്ന്? അതാണ് കേരള സംസ്കാരം എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഒരിടത്തും പറയുന്നില്ല. ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും അതിൽ ഞങ്ങൾക്ക് അതിന്റെ പരിമിതിയുണ്ട്. അത് ഗവൺമെന്റ് ഒരു സ്കൂളല്ല, എയ്ഡഡ് മാനേജ്മെന്റ് അല്ല. എന്നാലും അൺഎയ്ഡഡ് മാനേജ്മെന്റ് ആണെങ്കിലും NOC കൊടുക്കുന്നത് ഗവൺമെന്റാണ്. NOC കൊടുക്കുന്നവർക്ക് അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർക്ക് നടപടി എടുക്കാനുള്ള അംഗീകാരമുണ്ട്. അപ്പം അതിൽ അന്വേഷണം വന്നിട്ട് ആ റിപ്പോർട്ട് ഗവൺമെന്റുമായിട്ട് ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. അല്ലാതെ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടപടി എടുക്കുന്ന പോലെ ഡയറക്ടർ നടപടി എടുക്കുന്നതിന്റെ കാര്യം പ്രയാസമാണ്. ഒരാഴ്ചക്ക് നമ്മൾ അതിനെപ്പറ്റി റിപ്പോർട്ട് വാങ്ങാം. അപ്പോൾ റിപ്പോർട്ട് വാങ്ങി പൊതുജനങ്ങൾ അറിയിക്കുന്നുണ്ട്. നടപടി എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങളെ അറിയിക്കുകയും വേണമല്ലോ. ജനങ്ങളൊക്കെ കൂടെ നാളെ മുതൽ ഈ കാല് കഴുകാൻ കുട്ടികളെ കൊണ്ട് ഞങ്ങളെ മക്കളെ കൊണ്ട് കാല് കഴിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയുകയും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വേണ്ട എന്ന് അവർ ജനങ്ങൾ തീരുമാനിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അതെ അതെ, കൊച്ചു മക്കളെ കൊണ്ടെല്ലാം കാലെല്ലാം കഴുകി അവൻ്റെ എല്ലാം കാലിലിരിക്കുന്ന അഴുക്കൊക്കെ ദേഹത്തൊക്കെ തെറിപ്പിച്ചു.
പിന്നെ അതുപോലെയുള്ള സ്കൂളുകൾ, ശ്രീരാമകൃഷ്ണ സ്കൂളുകൾ. ഇതൊക്കെ നമ്മൾ ചില കാര്യങ്ങളിലെല്ലാം നമ്മൾ അവസാനമല്ലേ അറിയുന്നത്. ഇതൊക്കെ രഹസ്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. മിനിസ്റ്റർ ഇപ്പൊ ഈ സംഗതി ഉണ്ടായി. അതുപോലെ തന്നെ മിനിസ്റ്റർ കഴിഞ്ഞ ആഴ്ചയിൽ ഈ പ്രാഥമികമായി ബന്ധപ്പെട്ട പരാമർശം കൊടുത്തിരുന്നു. അപ്പൊ പൊതുവിൽ ഈ പൊതുവിദ്യാലയങ്ങളും സ്കൂളുകളിലും ഈ മതപരമായ ഉള്ളടക്കം അത് സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾ അത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അനാവശ്യമായി ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ഒഴിവാക്കാനോ എന്തെങ്കിലും പൊതുമാർഗനിർദ്ദേശം കൊടുക്കും? ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ വരുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട എല്ലാവരോടും കൂടെ ആലോചിച്ചുകൊണ്ട് നമ്മൾക്ക് പിന്നെ ചില തീരുമാനം എടുക്കേണ്ടി വരുമല്ലോ. കാരണം ഈ കാലുകഴുകൽ പോലുള്ള നീചമായ നടപടി തുറന്നു പോകുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം ഒന്നത്. രണ്ടാമത്തെ കാര്യം പിന്നെ ഒരു പിന്നെ വനിതയുടെ കയ്യിൽ കാവിക്കൊടിയും കൊടുത്ത് ഒരു ചില്ലിട്ട് കൊണ്ട് ഇങ്ങനെ നാട് മുഴുവൻ നടന്ന് പിന്നെ ഔദ്യോഗിക ചടങ്ങുകളിൽ കൊണ്ടുപോകുന്നത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം ഇന്നിപ്പോൾ ഒരു BJPയുടെ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇപ്പം കാസർഗോഡ് കാല് കഴിയ സ്കൂൾ മാതിരി ഉള്ള സ്കൂളുകളുണ്ടല്ലോ, സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ സ്കൂളുകൾ ഞങ്ങൾ ഇനിയും കഴുകുന്നതിന് പ്രൊട്ടക്ഷനോടെ കൊടുക്കും. അപ്പം പ്രൊട്ടക്ഷനോടെ കൊടുത്താൽ വേഷമായിരിക്കുമല്ലോ കാര്യങ്ങൾ. ഇത് ഞങ്ങൾ നേരത്തെയൊക്കെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ചരിത്രത്തെ വളച്ചൊടിക്കുക, അതേപോലെ തന്നെ പിന്നെ അനാചാരങ്ങളെ കൊണ്ടുവരിക, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് വീണ്ടും സമൂഹത്തെ തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രശ്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് RSSന്റെ അജണ്ടയാണ്. RSS ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ടയുടെ ഭാഗമാണ് നമ്മുടെ പുരോഗമന ആശയവുമായി മതേതരത്വവുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കുക. പിന്നെ അതിൻ്റെ ഫലമായിട്ടാണ് ദുർമന്ത്രവാദങ്ങളും അനാചാരങ്ങളും അതുപോലെ നമുക്കും വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഒക്കെ തന്നെ വരുന്നു. ഈ സമസ്ത നേരിട്ടാണ് മുഖ്യമന്ത്രിക്ക് അന്ന് നിവേദനം നൽകിയത്. പരാതി കിട്ടിയിട്ടില്ലാന്ന് മന്ത്രി പറയുമ്പോഴും ആ നിവേദനം പരിഗണിച്ച് ഗവൺമെന്റിന് ചർച്ചയ്ക്ക് തയ്യാറായിക്കോട്ടെ. ഞാൻ മണികണ്ഠ നേരത്തെ എത്താത്തതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ വായിച്ചു കേട്ടു. ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നോക്കും. ചർച്ച എന്ന് പറയുമ്പോൾ അവരെ മാത്രം ആയിരിക്കുമല്ലോ ചർച്ചയ്ക്ക്. ഇതിന് സംശയമുള്ളവരെല്ലാവരും വിളിക്കണമല്ലോ. വിളിച്ചിട്ട് ശേഷം ഇതിൽ നിയമപ്രശ്നങ്ങളും കോടതി പ്രശ്നങ്ങളും പറയേണ്ടതായിട്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സാമാന്യമായിട്ട് ഉള്ള കാര്യങ്ങൾ പിന്നെ വിലയിരുത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതാണോ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതിന് തോന്നുകയേ ഉള്ളൂ. 8, 9, 10 ക്ലാസ്സിലത്തേക്കുള്ള കാര്യമാണ്. ഒരു അനാവശ്യമായി ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിനെ വേറെ ഒരു ദുഷ്ടലാക്കോട് കൂടി വേറൊരു കണ്ടുകൊണ്ട് അതിൻ്റെ സമരം പ്രഖ്യാപിക്കുക, ചർച്ച വേണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസ വകുപ്പ് ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുന്നതാണോ അതോ പരാതികളോ വന്നാൽ ചർച്ച ചെയ്യുന്നതാണോ? ഞാൻ ഇന്നലെ പറഞ്ഞത് ഈ കോടതി വിധിയെ സംബന്ധിച്ചിടത്തോളം ചർച്ചയില്ല. വിദ്യാഭ്യാസ നിയമങ്ങളിലും ചട്ടങ്ങളിലും പറഞ്ഞിരിക്കുന്നതിനെ സംബന്ധിച്ചോളം ചർച്ചയില്ല. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാം. സമയമാറ്റത്തിൽ ഒരു പുനരാലോചന ഇല്ല. ആലോചിക്കാൻ പറ്റുമോ ഈ സാഹചര്യത്തിൽ? ഈ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും? അതായത് സംസ്ഥയ്ക്ക് ആവശ്യപ്പെടുന്ന ചർച്ച കാര്യങ്ങളൊക്കെയാണ്. സമസ്ത ആവശ്യപ്പെടുന്നു. സമസ്തയെ പോലെ തന്നെ അതേ രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകൾ മലപ്പുറം, കോഴിക്കോട് ഭാഗത്തുനിന്ന് ഇത് അനാവശ്യമായ സമരമാണെന്നും പറയുന്നു. അല്ല, വരട്ടെ. ഇനിയും മെമ്മോറണ്ടങ്ങൾ വരട്ടെ. അത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 16-ാം തീയതി വരുള്ളൂ. അതിനുശേഷം ആലോചിക്കാം. സർക്കാരിന്റെ നിലപാടില്ല. ഇത് കോടതി വിധിയിലുണ്ട്. പിന്നെ പൊതുവിദ്യാഭ്യാസ ആക്ട് ഉണ്ടല്ലോ, പറ്റില്ല. നമ്മൾ കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ 15 ദിവസം 20 ദിവസം കുറവാണ് നമ്മളെ വീട്ടിൽ പഠിക്കുന്നത്. അതായത് ചർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് വരുന്നവരെ ഈ അവകാശ നിയമത്തിലും കോടതിയിലുമുള്ളത് ഇതൊക്കെയാണ് എന്ന് വസ്തുതാപരമായി പറഞ്ഞു. ചിലപ്പോൾ എല്ലാ ഈ കാര്യങ്ങളും അറിയില്ലായിരിക്കും. അപ്പൊ ആശയക്കുഴപ്പങ്ങളുള്ളത് ഒഴിവാക്കും. ഒരാശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുക.
ഇപ്പൊ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു മോർച്ചറി അറ്റൻഡർ ഗ്രൂപ്പ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. ഞാൻ കണ്ടില്ല. അദ്ദേഹം പറയുന്നത് അതിന്റെ പോസ്റ്റിലുള്ളത് ഇങ്ങനെയാണ്: 13 വയസ്സും 14 വയസ്സുള്ള സ്കൂൾ കുട്ടികൾ ചെറിയ കാര്യങ്ങൾ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന സമീപനം ഉണ്ടാകുന്നു. അദ്ദേഹം നിരവധി മൃതദേഹങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്ന കാണുന്നു. അതായത് അമ്മ വഴക്ക് പറഞ്ഞു, ഫോൺ വാങ്ങി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ അതിന് കുട്ടികൾക്ക് എന്തെങ്കിലും സ്കൂൾ തലത്തിൽ മാനസിക പിന്തുണ വർദ്ധിപ്പിക്കുന്ന കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമോ? നമ്മുടെ ഈ ലഹരി വിരുദ്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇനം അത് തന്നെയാണ്. ലഹരി വിരുദ്ധ പരിപാടികൾ 20 മുഖ്യമന്ത്രി ഏൽപ്പിച്ചതിൽ മാനസികമായി കുട്ടികളിൽ ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ വിചാരങ്ങളും ഒക്കെ തന്നെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇത് വേണമെന്നുള്ള അഭിപ്രായമാണുള്ളത്. കീം എൻട്രൻസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വലിയ അനീതിയാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. തെറ്റുപറ്റിപ്പോയോ? സമയം വൈകിപ്പോയോ? അതങ്ങനെ സാധ്യതയില്ല. കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ ബിന്ദുവിന് അറിയാവുള്ളൂ. അങ്ങനെ ഒരു ഗവൺമെന്റ് ചെയ്യോ? കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന വിദ്യാർത്ഥികൾ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു കുട്ടികൾക്കും ദ്രോഹം ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്യില്ലല്ലോ ഗവൺമെന്റ്. ഒരിക്കലും ചെയ്യില്ലല്ലോ. കുട്ടികൾക്ക് നന്മ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഗവൺമെന്റ് ആണല്ലോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഒരിക്കലും കുട്ടിക്ക് പിന്നെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ല അതിൽ ഉണ്ടാവുന്നത്. ഏതാനും കുട്ടികൾക്ക് ആർക്കാണോ ഒരു കുട്ടിയെ ബാധിക്കുന്ന വിഷയമാണെങ്കിലും കോടതിയിൽ പോയല്ലോ. അതിന് അങ്ങനെ മാത്രം കണ്ടാൽ മതി. കോടതിയെ ബോധ്യപ്പെടുത്തും ഗവൺമെന്റ്. ബോധ്യപ്പെടുത്താനായില്ല ഹൈക്കോടതിയിൽ. ചിലപ്പോൾ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അതിനുവേണ്ടിയാണ് സുപ്രീം കോടതി ഇരിക്കുന്നത്. നമ്മൾ സുപ്രീം കോടതി പോയില്ല, കുട്ടികളെ പോകുന്നത്. അല്ല, കുട്ടികളെ പോകുന്നു. പക്ഷെ അപ്പോഴും കുട്ടികളുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇനി വീണ്ടും സമയം നീട്ടിത്തരണമെന്ന് സർക്കാർ അടക്കം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നീണ്ടുപോയാൽ ഇപ്പോൾ ഇനി വിദ്യാർത്ഥികൾ മറ്റ് വിഷയങ്ങൾക്ക് ചേരാൻ കഴിയില്ല. എല്ലാ പ്രവേശനവും പൂർത്തിയാക്കി. ഡിഗ്രി ആണെങ്കിലും മറ്റ് പ്രശ്നം ഉണ്ടായതെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ ഒരു വർഷം ഒരു പക്ഷേ കുറെ പേരുടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയേക്കാം.